തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ ജിജോ അങ്കമാലി. ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഈ ലോകത്തിലേക്ക് നമുക്ക് നോക്കിയാൽ പല കാര്യങ്ങൾക്കും പലപ്പോഴും പകര സംവിധാനങ്ങൾ കാണുവാൻ കഴിയും. ഒരു വണ്ടി പോയാൽ മറ്റൊരു വണ്ടി എടുക്കാം, ഒരു വീട് പോയാൽ മറ്റൊരു വീട് കിട്ടി എന്ന് വരാം, ഒരു ജോലി നഷ്ടപ്പെട്ടാൽ മറ്റൊരു ജോലി ലഭിച്ചു എന്ന് വരാവുന്നതാണ്. എന്നാൽ ഈ പകര സംവിധാനങ്ങളില്ലാത്ത ചിലതും ഈ പ്രകൃതിയിലുണ്ട് എന്ന് നമുക്കറിയാം. ഉദാഹരണത്തിന്, ഒരു മനുഷ്യന് ജീവൻ നിലനിർത്തണമെങ്കിൽ നിർബന്ധമായും അവന് ആവശ്യമായിരിക്കുന്നത് വായുവാണ്. വിശപ്പുള്ള ഒരു മനുഷ്യന്റെ വിശപ്പ് മാറ്റുവാൻ ആഹാരം നിർബന്ധമാണ്. ദാഹത്തിന് അവന് പാനീയം ആവശ്യമാണ്. കാണണമെങ്കിൽ കണ്ണ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. നാം പറയുന്ന പോലെ പണത്തിന് പണം തന്നെ വേണം, ആരോഗ്യത്തിന് ആരോഗ്യം തന്നെ വേണം. ഇങ്ങനെ ഒരിക്കലും മാറ്റുവാൻ കഴിയാത്ത പകര സംവിധാനങ്ങളില്ലാത്ത അനേക പ്രമാണങ്ങൾ ഈ ലോകത്തിലും നമ്മുടെ ചുറ്റുപാട് നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് പകര സംവിധാനങ്ങളില്ലാത്ത 3 ദൈവീകമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. ഒന്ന്, എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിലാണ്. അവിടെ നമ്മൾ വായിക്കുന്നത്, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല. അപ്പോൾ ഒരു വ്യക്തി വിമോചനം ആവശ്യമായിരിക്കുന്നുവെങ്കിൽ, ഒരു വ്യക്തിക്ക് വിമോചനം വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആവശ്യമായിരിക്കുന്നത് രക്തചൊരിച്ചിലാണ്. പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കിയാൽ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിക്കുന്നതിന് ഒരു പെസഹ കുഞ്ഞാട് അറുക്കപ്പെടുകയാണ്. ഓരോ ലേവ്യ യാഗങ്ങൾ നോക്കുമ്പോഴും രക്തച്ചൊരിച്ചിൽ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ദൈവിക പ്രമാണത്തിൽ മിക്ക ഇടങ്ങളിലും നിർബന്ധമായി നാം കാണുന്നത് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന വസ്തുതയാണ്. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ഒരുപക്ഷെ നിങ്ങൾ വായിച്ചു കാണും. അതിങ്ങനെയാണ്, അവന്റെ പുത്രനാകുന്ന യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവിടെയും എന്താണ് ആവശ്യം? രക്തം തന്നെയാണ്. കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന പ്രമാണത്തിന്റെ നിവൃത്തിയാണ് രക്തം ചൊരിഞ്ഞ് ക്രൂശിൽ മരിച്ച കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. 2, എബ്രായ ലേഖനം തന്നെ 11-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യമാണ്. അവിടെ നമ്മൾ വായിക്കുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. അപ്പോൾ ഒരു വ്യക്തിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടത് എന്താണ്? വിശ്വാസമാണ്. എന്ത് വിശ്വാസമാണ്? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, യേശുവിന്റെ അരികിൽ കുറച്ച് ആളുകൾ വന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. ചോദിച്ചത് ഇതാണ്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? യേശു കൊടുത്തയക്കുന്ന മറുപടി 6:29 നമ്മൾ വായിക്കുന്നു. യേശു പറഞ്ഞു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ. നോക്കുക, ഇവിടെ വിശ്വാസമാണ്. കാരണം ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് മറ്റ് ദാനധർമ്മങ്ങളോ മറ്റ് സൽക്കർമ്മങ്ങളോ അല്ല. പിന്നെന്താണ്? ദൈവം അയച്ച ഒരുവനുണ്ട്, ആ യേശുക്രിസ്തു ദൈവമാണെന്നും നിങ്ങൾക്ക് പകരമായിട്ടവൻ മരിച്ചു എന്നും നിങ്ങൾ വിശ്വസിക്കണം. ആ വിശ്വാസമാണ് ദൈവത്തിന് പ്രസാദകരമായിട്ട് തീരുന്നത്. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും വിശ്വാസം ആവശ്യമാണ്. നാം നേരത്തെ ചിന്തിച്ചു, വിമോചനം വേണമെങ്കിൽ തീർച്ചയായിട്ടും രക്തചൊരിച്ചിൽ ആവശ്യമാണ്. 3-ാമത്തെ കാര്യവും പറയുന്നത് എബ്രായ ലേഖനത്തിൽ തന്നെയാണ്. 12-ന്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, ശുദ്ധീകരണം കൂടാതെ
ആരും കർത്താവിനെ കാണുകയില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവിനെ കാണുകയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, സ്വർഗത്തിൽ പോവുകയില്ല, അവിടെയാണ് കർത്താവിന്റെ വാസസ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ശുദ്ധീകരണം അഥവാ പാപമോചനം ലഭിക്കാതെ ഒരു വ്യക്തിക്കും കർത്താവിനെ കാണുവാൻ അഥവാ സ്വർഗത്തിൽ പോകുവാനായിട്ട് കഴിയുന്നതല്ല. എത്ര വ്യക്തമായിട്ടാണ് തിരുവെഴുത്ത് പറയുന്നത് നോക്കുക. ഈ 3 പ്രമാണങ്ങൾക്കും മറ്റൊരു പകര സംവിധാനമില്ല. വിമോചനത്തിന് രക്തച്ചൊരിച്ചിലല്ലാതെ മറ്റൊരു മാർഗതയും വെച്ചിട്ടില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വിശ്വാസം എന്ന പ്രമാണമല്ലാതെ മറ്റൊരു പ്രമാണതയും വെച്ചിട്ടില്ല. കർത്താവിനെ കാണുവാൻ ശുദ്ധീകരണം എന്ന പ്രമാണമല്ലാതെ മറ്റൊരു പ്രമാണവും ദൈവം വെച്ചിട്ടില്ല. പ്രിയ സ്നേഹിത, നിങ്ങൾ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ, കർത്താവിനെ കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് വരികിൽ, നിങ്ങൾ ചെയ്യേണ്ടതാണ് വിശ്വസിക്കുക എന്നുള്ളതാകുന്ന പ്രവൃത്തിയാണ്. എന്ത് വിശ്വസിക്കണം? ആ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം. കാരണം രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല. ആ തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇന്ന് എന്നെ കേൾക്കുന്നതായിരിക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഈ 3 പ്രമാണത്തിനും മറ്റൊരു പകര സംവിധാനങ്ങളില്ല. രക്തം ചൊരിയാതെ വിമോചനം ഇല്ല. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. എന്നെ കേൾക്കുന്ന ഏവരും ഈ നിലയിൽ വിശ്വാസത്തോടുകൂടെ പാപമോചനം ലഭിച്ചവരായി ആ നിലയിൽ ആ വിമോചനം പ്രാപിച്ച് കർത്താവിനെ കാണുന്ന സ്വർഗത്തിലെ അംശങ്ങളായി തീരുവാൻ നിങ്ങൾ ഓരോരുത്തരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. Trip